രേണു സുധി പുള്ളിക്കാരിയെ എല്ലാവർക്കും അറിയാൻ പറ്റും. വേൾഡ് ഫേമസ് അല്ലേ? ഒരുപാട് ആർട്ടിസ്റ്റുകൾ മലയാളത്തിൽ പല സാഹചര്യങ്ങളിലായിട്ട് പല ആക്സിഡന്റിലൊക്കെ മരിച്ചു പോയിട്ടുണ്ട്. പക്ഷെ ആരുടെയും വൈഫ് ഇത്രത്തോളം ഫേമസ് ആയിട്ടില്ല, അല്ലെങ്കിൽ ഇത്രത്തോളം കോൺട്രവേഴ്സി, ഇത്രത്തോളം ഇഷ്യൂസ് ഉണ്ടാക്കിയിട്ടില്ല. നമ്മൾ വല്ലതും ചെയ്യുമ്പോ നാലാൾ അറിയണം എന്ന് വെച്ചാൽ നാലാൾ അറിയാനായിട്ട് വല്ലതും ചെയ്താലേ നമുക്ക് പ്രയോജനമുള്ളൂ. ഒന്ന് ഇവര് അവെയർ ആണ്. ഇവർ ഈ ചെയ്യുന്ന കാര്യങ്ങൾ കാണുമ്പോൾ ആളുകൾ ഈ ഒരു തരത്തില് റിയാക്ട് ചെയ്യൂ എന്ന് 100% അവെയർ ആയിട്ട് തന്നെയാണ് ഇവർ ഓരോ കാര്യങ്ങളും ചെയ്യുന്നത്. ഒന്നും മനഃപൂർവ്വം അല്ലല്ലോ, കരുതിക്കുട്ടിയല്ലേ? ഇവരിപ്പോ ചെയ്തുകൊണ്ടിരിക്കുന്ന പല വീഡിയോസും കണ്ടു കഴിഞ്ഞാൽ വെറും റീച്ചിന് വേണ്ടിയിട്ട് കാണിക്കുന്ന മൂന്നാം കട പരിപാടിയായിട്ടാണ് ഫീൽ ചെയ്യുന്നത്. ഇതൊക്കെ വല്ലപ്പോഴേ കിട്ടുമ്പോ നമ്മുടെ ലക്ഷ്യം ലക്ഷങ്ങളായിരിക്കണം. സന്തോഷം. സൂചേട്ടൻ, ഞാൻ കുറച്ചു മുന്നേ പറഞ്ഞ പോലെ സൂചേട്ടൻ കാണിച്ചു തന്ന വഴിയായിരിക്കാം ഇത്. എന്ത് സുധിച്ചേട്ടൻ കാണിച്ചെന്ന വഴിയാ? ഇതാണോ സുധിച്ചേട്ടൻ കാണിച്ചെന്ന വഴി? ഞാൻ പുകഴ്ത്തി പറയാന്ന് തെറ്റിദ്ധരിക്കരുത്. ഇതുവരെയുള്ള അനുഭവം വെച്ചിട്ട് പറയാ. ഈ വക കൂതറ കളി കളിക്കാൻ നിനക്കല്ലാതെ മറ്റാർക്കും സാധിക്കില്ല. എന്റെ പൊന്നു ചേച്ചി, ആ മരിച്ചുപോയ അയാളെയും കൂടെ പറയിപ്പിക്കല്. സീരിയസ്ലി ഈ വഴിയെ പോകണമെന്ന് സുധി ജീവനോട്ടിരിക്കുമ്പോ ഒരു കാരണവശാലും പറയത്തില്ല. നിങ്ങളിപ്പോ ചെയ്യുന്നത് എനിക്ക് ഭയങ്കര റോങ് ആയിട്ടാണ് ഫീൽ ചെയ്യുന്നത്. ഉള്ള കാര്യം പറയാലോ. ആ മരിച്ചുപോയ അയാളെ കൂടെ പറയിപ്പിക്കുന്ന രീതിയിലുള്ള കമന്റ് എടുത്ത് നോക്ക്. നിങ്ങൾ കാണുന്നില്ലേ കമന്റ്? അയാളെയും കൂടെ ചേർത്താണ് പറയുന്നത്. നിങ്ങളോട് എല്ലാവരോടും ഈ നെഗറ്റീവ് കമന്റ് ഇടുന്നവരോട് എല്ലാവരും ഒറ്റവാക്കി പറയാം, രേണു സുധി ഇനി നിങ്ങളെ എന്തൊക്കെ പറഞ്ഞാലും ഒരു തുള്ളി പോലും വിഷമിക്കത്തില്ല. കാരണം എന്റെ മനസ്സ് കല്ലാണ്. ഞാൻ പൊട്ടനാ? ഇത്രയും ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നു, ഞാൻ പൊട്ടനാ? അവരുടെ ദാസേട്ടൻ കോഴിക്കോടുമായിട്ടുള്ള ഒരു വീഡിയോ, എന്റെ പൊന്നെ, അതിനകത്ത് ദാസേട്ടന്റെ ഒരു പിടിയുണ്ട്. ഞാൻ വിചാരിച്ചു കുടല് വരെ വെളി വന്നു. ആ മാതിരിയുള്ള ഒരു പിടി. അതിനെയൊക്കെ റൊമാൻസ് എന്നാണോ പറയുന്നത്? അല്ല, എനിക്ക് മനസ്സിലാവുന്നത് അതൊന്നും കണ്ടിട്ട് റൊമാൻസ് ആയിട്ട് നമുക്ക് തോന്നുന്നില്ല. എന്താടോ ഇന്നൊരു ദുർനടപ്പ്? കാലാവസ്ഥയുടെ കുഴപ്പം കൊണ്ടായിരിക്കും. അതോ നിന്റെ കയ്യിലിരിപ്പുണ്ടോ?